പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് യാത്രയൊന്നല്ല പോണത്. ഞാൻ ജനിച്ചു വളർന്ന വീടും പരിസരവും പിന്നെ എന്റെ കുറച്ച് ഓർമ്മകളാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഇതാണ് ഞങ്ങള് 7 മക്കള് ജനിച്ചു വളർന്ന വീട്. വീടിന്റെ മുമ്പിലുണ്ട നെൽകൃഷിന്. ഇതൊക്കെ ഞങ്ങൾ കൃഷി തുടർന്ന് തന്നെയാട്ടാ. ആ ടൈമില് നെൽകൃഷി ഉണ്ടായിരുന്നു. പിന്നെ ദാ കാണുന്ന വീടിന്റെ അപ്പുറത്ത് കണ്ട പന്തല് 1987 മൂത്ത ചേട്ടന്റെ കല്യാണത്തിന്റെ അന്നെടുത്ത ഫോട്ടോ ആണ് ഉള്ളത്. ഇപ്പോ വേറെ വീടിന്റെ പഴയ ഫോട്ടോകളൊന്നും ഇല്ല. ഇത് 4ാമത്തെ ചേട്ടന്റെ ഷാജേട്ടന്റെ വീട്ടില് വലിയ ഫോട്ടോക്ക് വെച്ചിരിക്കുന്നത്. ഇതാണ് വലിയേട്ടന്റെ വീട്. ഇത് കുഞ്ഞേട്ടന്റെ വീട്. കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞാൽ 3ാമത്തെ ചേട്ടന്റെ വീട്. ഇവിടുത്തെ ചേട്ടന്മാരെ പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കണു. ജഗ്ഗു ഉണ്ട് അവരുടെ കൂടെ കളിക്കാൻ. ജഗ്ഗു ആണ് ഏറ്റവും ചെറുത്. ഇത് 2ാമത്തെ ചേട്ടന്റെ വീട്, ചെറിയാന്റെ വീട് കേട്ടാ. പിന്നെ ഇത് അനിയൻ്റെ വീട് കേട്ടാ, എൻ്റെ താഴെയുള്ള അനിയൻ്റെ വീട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വീട് എൻ്റെ നേരെ മൂത്ത ചേട്ടൻ്റെ വീട്, 4ാമത്തെ ചേട്ടൻ്റെ വീട്. അത് കഴിഞ്ഞാൽ പിന്നെ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങൾ എപ്പോഴും ഇരിക്കാറുള്ള പാലം. ഈ പാലം നമ്മുടെ ഓർമ്മകളുടെ ഒരു ലോഡ് കാര്യങ്ങളുണ്ട്. അത് പിന്നെ പറയാം. 10-32 കൊല്ലങ്ങൾക്ക് മുമ്പ് 86, 87 കാലഘട്ടത്തിൽ ഈ പാടത്ത് ചാരായ കച്ചവടം ഉണ്ടായിരുന്നു. വാറ്റ് ചാരായ കച്ചവടം. പോലീസിന് ഇവരൊക്കെ കണ്ണു വെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലത്തിന് കുറേ കാരണന്മാർ വന്നിരിക്കും. 5 മണിയൊക്കെ കഴിയും ഇതിൻ്റെ കച്ചവടം തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ കാരണന്മാർ, വയ്യാത്ത കാരണന്മാരൊക്കെ അവരൊക്കെ ഈ 3 മണിയാകുമ്പോൾ തന്നെ ഈ പാലത്തും വന്നിരിക്കും. ഇടയിൽ അവരെ വിളിച്ച് കൊടുത്താലോ എന്നുള്ള ലെവലിൽ അവർ വന്നിരിക്കും. ആ പാലത്തമെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു പാടമാണ്. ഇപ്പൊ പാടമൊക്കെ പോയി കണ്ട, മതിലൊക്കെ കെട്ടി പാടത്തിന്റെ ആ പഴയ രൂപമൊക്കെ പോയി. കൃഷിയൊന്നും ഇല്ല ഇവിടെ. ഇപ്പൊ കൃഷിയൊന്നുമില്ല, വെറുതെ കാട് പിടിച്ചെടുക്ക. ഒന്നുമില്ല ഇപ്പൊ. പിള്ളേര് കളിക്കാനും വരില്ല അല്ലേ? പണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വിഹാര രംഗാണ്. ഇന്നത്തെ ആളുകൾക്ക് അറിയാം ഈ പാടങ്ങള് മെയിനായിട്ട് കേന്ദ്രീകരിച്ചിട്ട് ചാരായ കച്ചവടം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ ഒക്കെ ഈ അനധികൃതമാണ്. നല്ല ഭാഷയിൽ പറയണ അനധികൃതം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടത്ത് ചാരായ കച്ചവടം നടത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പിന്നെ എക്സൈസുകാരില്ലേ, അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അകലെന്ന് വരുന്നത് ഇവർക്ക് ഈ കച്ചവടം നടത്തുന്നവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് ഈ കരകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ ഭയങ്കര സൂത്രം. അങ്ങനെ അതുകൊണ്ടാണ് പാടം കേന്ദ്രീകരിച്ച് മെയിനായിട്ട് നടത്തുന്നത്. റോഡ് സൈഡ് മറ്റേതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപ്പ് വരാനും അല്ലെങ്കിൽ വണ്ടി വരാനൊക്കെ ഭയങ്കര എളുപ്പമുള്ള കാരണം ഇങ്ങനത്തെ കച്ചവടങ്ങൾ അവിടങ്ങൾ നടക്കില്ലേ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഈ പാടത്ത് ഇങ്ങനത്തെ കച്ചവടം നടത്തും. ഈ കച്ചവടക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ വേഷം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഥമ പായസം വയ്ക്കുമ്പോൾ ഒരു വേഷം ഇട്ടില്ലേ, തലയൊക്കെട്ട് ഒരു വെള്ള തോർത്ത് കൊണ്ടിട്ട് തലയൊക്കെട്ട് ഒരു വെള്ള ഇന്നർ ബനിയില്ലേ, അതിട്ട് കയ്യില്ലാത്ത ബനിയൻ, അത് ഒരു കള്ളിമുണ്ട്, പിന്നെ ഒരു ബ്ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ 1.5 ലിറ്റർ 2 ലിറ്ററിൻ്റെ ഒരു ബ്ലാഡർ ഉണ്ടാവും, അതിൽ ചാരായം, പിന്നെ ഒരു ഗ്ലാസ്. ഇത് പിടിച്ചിട്ട് ഇവർ അപ്പോൾ നമ്മുടെ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് ഒരു 10-200 മീറ്റർ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇവർ ഇതിലിങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഈ പാലത്തമ്മ വരുന്നവർക്ക് സിഗ്നൽ കിട്ടി കഴിഞ്ഞാൽ അവർ പതുക്കെ ലാമ്പിയാണ്ട് വരും. ചെറുപ്പക്കാരൊക്കെ വരാണെങ്കിൽ നല്ല ഉഷാറിൽ വരും. ഒരു 5 മണി 6 മണിയാകുമ്പോൾ ഇവിടെ വരിയും. വർഷകാലത്ത് വരി ഉണ്ടാവില്ല. വർഷകാലത്ത് ഓരോരുത്തർ പാട വരുമ്പോൾ തോടെ നടന്നു വരും. കൃഷിയില്ല, നല്ല 2 സൈഡിലും കൃഷിയാണ്. വേനൽക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരിയൊന്ന് പിടിക്കും, അങ്ങനെ പോകും. ഇപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞ് ഇവർക്ക് സിഗ്നലും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാരണന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 3 മണിയാകുമ്പോൾ വരും. അവർ വന്ന് പാലത്തിന് വേണ്ടിയിരിക്കും. അപ്പോൾ ഞാൻ എന്തൊരു ചേഞ്ച് എനിക്ക് അപ്പോൾ 10-16 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാൻ ഈ ചാരായ കച്ചവടക്കാരെ പോലെ ഉള്ള തലേന്ന് ഒരു തോർത്തുമുണ്ട് കെട്ടി, പിന്നെ ഈ ബനീനും കള്ളിമുണ്ട് പറഞ്ഞെടുത്തിട്ട് പിന്നെ വീട്ടിലെടുത്ത മറ്റേ വെളിച്ചെണ്ണ വാങ്ങിക്കുന്ന ഒരു ബ്ലാഡറുണ്ട്, അത് പിടിച്ചിട്ട് അവർ കാണണ്ട, അവരവിടെ ഇരിക്കും. കണ്ണൊന്നും ശരിക്കും കാണില്ല അവർക്ക്. അങ്ങനെയായിട്ട് അകലെ അങ്ങോട്ട് പോയിട്ട് ഞാൻ അതിലേ വരും. വീടിൻ്റെ അപ്പുറത്തോടെ വന്നിട്ട് ആ പാടത്തിൻ്റെ അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഈ 3-3:30 നേരത്ത് ചാരായ കച്ചവടക്കാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങും. പതുക്കെ ഇറങ്ങി വരും തോറും ഞാനെന്തൊരു ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ വരുന്നതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ ശ്രീരാമൻ മാനിനെ പിടിക്കാൻ പോകുമ്പോൾ മാൻ ഇങ്ങനെ നീങ്ങി പോയില്ലേ, ആ ലെവലിലാണ് നീങ്ങിയിട്ട് പോകും. ഇവരിങ്ങനെ അങ്ങോട്ട് ആണിക്കാലൊക്കെ ഉണ്ട്. വയസ്സായി 10-70-75 പാറേട്ടനും വരയ്ക്കിന് വരുന്നത്. ഇവരിങ്ങനെയാണ് പതുക്കെ വന്ന് ഞാൻ ഈ പാടത്തിൻ്റെ അറ്റം വരെ നടത്തിപ്പിക്കും.
അറ്റം വരെ നടത്തി വെച്ചിട്ട് ഞാനൊരു കരേര അവിടെ എത്തുമ്പോൾ ഞാൻ അതിൽ ഓടിയിട്ട് ആ റോട്ടിയോടെ ഓടി വന്നിട്ട് ഒന്നറിയാത്ത പോലെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഞാൻ പാലത്തിൻ്റെ അവിടെ വന്നിരിക്കും ഒന്നറിയാത്ത പോലെ. അപ്പോൾ പാലത്തിൻ്റെ അവിടെ വേറെ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇവർ അവിടെ വരെ പോയിട്ട് നിരാശരായിട്ട് പിന്നെ പതുക്കെ നടന്ന് ഇവിടെ വരെ എത്തും. അപ്പോൾ ഇവിടെയുള്ളവർ ചോദിക്കും എന്തുട്ട് പറ്റിയ പാറട്ടാന്ന് ഇവരെ ഏതോ കുരുത്തം കണ്ട് വെച്ചേക്കൻ ഞങ്ങളെ ആ പാടം മുഴുവൻ നടത്തിച്ചു എന്ന് പറയും. മനസ്സിലായ? അങ്ങനെ നടത്തിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ഇത് കേൾക്കും. ഇത് എന്തിട്ട് കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുടിക്കുന്നവരെ ഇഷ്ടമല്ല അന്ന്. നമ്മുടെ അച്ഛനൊക്കെ നന്നായി കുടിക്കും. ആ ബുദ്ധിമുട്ട് അറിയാം. അപ്പൊ ഇവര് കുടിക്കാൻ പാടില്ല എന്നുള്ള അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തൊരു കളി. വല്ലപ്പുഴ വരലോട്ടാ, അല്ലാണ്ട് എല്ലാ ദിവസമായി കഴിഞ്ഞാൽ പറ്റില്ല. ഇവർക്ക് എപ്പോഴും കാശൊന്നും കിട്ടില്ല. ഇവർ വല്ലപ്പോഴാണ് വരിക. ആ വല്ലപ്പോഴും വരുമ്പോൾ നമ്മള് ചിലപ്പോൾ ഇങ്ങനെ പറ്റിക്കും. ഇവർക്ക് വീട്ടിൽ മക്കളെ കയ്യിൽ നിന്നൊക്കെ കാശ് കിട്ടിയിട്ട് വേണം. അപ്പോൾ അച്ഛൻ നന്നായി കുടിക്കും. ഇപ്പം ഞങ്ങൾ 6 പേരും ഇതുവരെയായിട്ട് ഇപ്പം മൂത്ത ചേട്ടൻ 57 വയസ്സായി. ഇതുവരെയായിട്ട് ഞങ്ങൾ 6 പേരും കുടിക്കില്ല. നമ്മുടെ ഈ പാടത്തിൻ്റെ കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പാടമാണ്. ഇവിടെ മുഴുവൻ കൃഷിയാണ്, നെൽകൃഷി. അപ്പോൾ കാലത്ത് ഒരു പുലർച്ചെ ഒരു 4:30-5 മണി നേരത്ത് ഞങ്ങൾ വീട്ടിൽ പശുവുണ്ട്. ഞാനും എൻ്റെ നേരെ മൂത്ത ചേട്ടൻ, എനിക്ക് 9 വയസ്സും ചേട്ടന് 11 വയസ്സും 2 വയസ്സിൻ്റെ വ്യത്യാസം ഞങ്ങൾ. പുലർച്ചെ 5 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ആ കരയിലേക്ക് അഞ്ചേരി ആ കരയിലേക്ക് ഞങ്ങൾ പാല് കൊണ്ടുപോകും. പുലർച്ചെ വല്ല ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ജീവികളുണ്ടാവും, കുറുക്കുണ്ടാവും, പാമ്പുകളുണ്ടാവും. ഒന്നും ഇപ്പോഴൊക്കെ എൻ്റെ കടാവിന് ഇപ്പോൾ 9 വയസ്സായില്ല. അവനൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ വിടുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ആ കരയിലൊരു ചായക്കടയുണ്ട്, അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ വായിക്കാൻ പറ്റും. അപ്പോൾ പുലർച്ചെ 5 മണിക്ക് പോണത് ഒരു കുഞ്ഞൊരു ടോർച്ച് ഉണ്ടാവും, ഒരു 3 ബാറ്ററിയുടെ ഒരു ടോർച്ചുണ്ട്, ഒരു തല്ലിപ്പൊളി ടോർച്ച്. അതായിരുന്നു പോണത്. മറ്റേ പണ്ടത്തെ ബാറ്ററി ഇല്ലേ, അതിനിപ്പോൾ എന്തോരം വിളിച്ചിട്ടുണ്ട് നമുക്കറിയാലോ. അതും പിടിച്ച് ഞങ്ങൾ ഈ ചെളിയും ഇവിടെ തോടുണ്ട്, ആ തോട് ചാടി കടന്ന് ചിലപ്പോൾ അതിന് കട കെട്ടിയിട്ടുണ്ടാവും, ഇങ്ങനെ വെള്ളം കെട്ടിയിട്ടുണ്ടാവും. അതിന് മുകളിലൂടെ കടന്ന് പുലർച്ചെ അവിടെ പോയിട്ട് അങ്ങനെയുള്ള കാലത്താണ് ജയം മരിച്ചത്. സിനിമാടൻ ജയം ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു എന്നുള്ളത് അന്ന് നവംബർ ആ സമയത്ത് ഞങ്ങൾ വായിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ആദ്യമായിട്ട് അറിഞ്ഞത്. അവിടെ വെച്ചിട്ടാണ്, ആ ചായക്കടയിൽ വെച്ചിട്ടാണ് അറിഞ്ഞത്. പിന്നെയുള്ളത് ഈ പാടത്ത് പന്ത് കളിന്. പണ്ട് നാടൻ പന്ത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ളൊരു കളിയില്ല, പണ്ടുള്ളവർക്കറിയാം. ഈ കല്ല് വലിയ തുണിപ്പന്ത് കളി, വലിയ ഗോലിയായില്ലേ, ഗോലിയായി മറ്റേ നമ്മുടെ തുണിയില്ലേ, മുണ്ടിൻ്റെ ലുങ്കിയില്ലേ, അതിൻ്റെ ഇത് ഇങ്ങനെ ഇത്രയ്ക്ക് രീതിയിലായിട്ട് കീറിയിട്ട് ചിറ്റി നല്ല ടൈറ്റ് ചിറ്റി ഇത്രയ്ക്ക് പോകുന്ന ഒരു പന്താക്കും. തുണിപ്പന്ത് നല്ല ടെമ്പറായിരിക്കും അത്. അതിന് മീതെ നല്ല കണ്ടം നല്ല കട്ടിയുള്ള തുണി വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഫുട്ബോളിൻ്റെ ആകൃതിയിലൊക്കെ തുന്നി ഇത്രയ്ക്ക് പോകുന്ന പന്താക്കും. അതുകൊണ്ട് കളിയുണ്ട്. ശരിക്കും ഫുട്ബോളിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ്. അതുപോലെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബൂട്ടും കാര്യങ്ങളൊന്നും ഇട്ടാണ്ടുള്ള ഒരു കളീനെ. ചെരുപ്പൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. കാലുകൊണ്ട് പന്തടിക്ക് സാധനം പന്ത് കളി തന്നെ, ഒരു മാറ്റമില്ല. ത്രോയും ഔട്ടും ഒക്കെ അതന്നെ, പെലാൻറ്റിയും ഒക്കെ തന്നെ സെയിം സാധനം. അത് ഇവിടുത്തെ ഭയങ്കര ടീമുകളുണ്ടായിരുന്നു ഞങ്ങളുടെ. അതായത് നാടൻ പന്ത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഒരു എന്താ പറയുക, ഒരു ദേശീയ വിനോദം, ഒരു വികാരമായിരുന്നു ഞങ്ങൾക്ക്. ടൂർണമെന്റുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ടീമിട്ട് കളിക്കുക എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയുണ്ട്. ടീമിട്ട് കളിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം, ടീമിടുമ്പോഴുള്ള ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കളിക്കുന്നവർക്ക് അറിയാം ടീമിടാനുള്ള ബുദ്ധിമുട്ട്. അതായത് ചിലപ്പോൾ നിൻ്റെ ടീമിൽ നല്ല കളിക്കാർ, എൻ്റെ ടീമിൽ നല്ല കളിക്കാർ പെട്ടില്ല. അങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ടാകുന്ന കാരണം ഞങ്ങളുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശിരിമാരും ചോമാരും തമ്മിലുള്ള ഒരു മാച്ച് കളിക്കും. ആശിരിമാർ കണ്ടമാനുണ്ട്. അപ്പോൾ എളുപ്പത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശിരിമാരുടെ ഒരു ടീം, അതായത് ഒരു എതിർ ടീം, പിന്നെ ഞങ്ങൾ ചോമാരുടെ ടീം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 3 ചേട്ടന്മാരുണ്ടാവുള്ളൂ. പിന്നെ ഇപ്പുറത്തുനിന്ന് അവിടെ നിന്ന് ഒരു വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ ഇവിടെ ഉണ്ണിമാൻ, പിന്നെ വർഗീസ് എന്ന് പറഞ്ഞുള്ള നമ്മുടെ ഒരു ഗഡിയുണ്ട്. അവനെ ഞങ്ങളുടെ ഇതിൽ പെടും. അപ്പോൾ ജാതിയുടെ ഇതൊന്നുമില്ല, അങ്ങനത്തെ ജാതി കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല കളിക്കണത്. ടീമിടെ എളുപ്പം കളി തുടങ്ങി. വാശിയേറിയ പോരാട്ടം കേട്ടോ. അപ്പോൾ കമൻട്രി പറയാനൊക്കെ ഇവിടുത്തെ ഒരു ബാലൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് കമൻട്രി പറയുക. എല്ലാത്തിൻ്റെയും കമൻട്രി. ആൾ ഫുട്ബോൾ ഭയങ്കര സന്തോഷ് ട്രോഫി അങ്ങനെയുള്ള കളികളൊക്കെ, ചാക്കുള ട്രോഫി ഇതൊക്കെ കാണാൻ പോകുന്ന ആളാണ്. അപ്പോൾ ആൾ കമൻട്രി നന്നായിട്ട് പറയും. അപ്പോൾ കളി തുടങ്ങി. ഞങ്ങളുടെ ടീം, ചോമാരുടെ ടീം 2 ഗോളിന് ലീഡ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇൻ്റർവെല്ലായി. ഇപ്പോൾ രണ്ടാമത്തെ ചേട്ടൻ ചെറിയേട്ടനും പിന്നെ വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഡ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട്, സോഡ കുടിക്കാൻ എവിടെ കാശുണ്ടായിട്ട് സോഡ കുടിക്കാന്നുള്ള വ്യാജേന അവർ പോയിട്ട് അവിടെ ഒരു തങ്കേച്ചിയുടെ അവിടെ ഒരു കാട് പോലെ ഉണ്ട്. ആ കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവർ
നായും കുറഞ്ഞപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കടലാസിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നായും കുറഞ്ഞപ്പൊടി 2 പാക്കറ്റിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നായും കുറഞ്ഞെന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയില്ല. അതായത് നമ്മുടെ ഞാൻ പറഞ്ഞുതരാം, വീടിൻ്റെ ബാക്കിൽ പറമ്പിൻ്റെ അറ്റത്ത് കണ്ടമാനം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കൊലയായിട്ട് നായം കുറഞ്ഞം കെടുക്കും. അത് സാധനം അതിൻ്റെ പൊടി അത് ഇതിങ്ങനെ വളഞ്ഞ് ഇതിങ്ങനത്തെ ഒരു ഇതാണ്. അതിൽ പൊടിയായിട്ട് ചിരണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടി തൂളി കഴിഞ്ഞിട്ട് ചൊറിച്ചിലിൻ്റെ ആയിരകളിൽ തുമ്പിന്നും അടുത്ത് നിൽക്കില്ല. ഇവൻ്റെ ചൊറിച്ചിലിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല. ഈ സാധനത്തിൻ്റെ പൊടി ഇവർ ചിരണ്ടി എടുത്തിട്ട് ചേട്ടന്മാർ ചിരണ്ടി എടുത്തിട്ട് അവിടെ കാട്ടിൽ പൊതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾക്കാണെങ്കിൽ ഈ നായം കുറഞ്ഞ പൊടി വെതറി ഇതാക്കും. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തോറ്റ് കഴിഞ്ഞ് കളിയാക്കൽ ഭയങ്കര കൂടുതലാണ്. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് അപ്പുറത്ത് നിന്നിട്ടാണ് ഭയങ്കര ഈ കളിയാക്കൽ ഭയങ്കര യുദ്ധം പോലെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് പോലെ അല്ലെങ്കിൽ അർജന്റീനയും ബ്രസീൽ ഫുട്ബോൾ മത്സരം പോലെ അത്രയ്ക്ക് വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഞങ്ങൾ 2 ഗോളിന് ലീഡ് ചെയ്ത് നിൽക്കണം. ആ സമയത്ത് ഇവർ പ്ലാൻ ചെയ്ത പോലെ അത് പ്ലാൻ പൊളിയാൻ പറ്റില്ല, എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട്. ആ സാധനം ഇവർ എടുക്കാൻ വന്നു. എടുത്തിട്ട് ഇൻ്റർവെല്ലിന് ശേഷം കളി തുടങ്ങി. ഈ ഉച്ച നേരത്തിന് കളി. ആകെ ഷർട്ടൊന്നും ഇല്ലായിരിക്കും. വെറുതെ ഒരു ട്രൗസർ, അങ്ങനത്തെ മൂട് കയറിയ ട്രൗസർ ഇട്ടിരുന്ന എല്ലാവരും കളി. വയർത്ത് എണ്ണ പരിപാടിന് കളി വെയിലത്ത്. ഈ പൊടി ഇവർ പോക്കറ്റ് വെച്ചിട്ട് ഈ 2 ചേട്ടന്മാരും പോക്കറ്റ് വെച്ചിട്ട് കളി തുടങ്ങി. ഇപ്പം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് ഇവരെ മേത്തങ്ങോട്ട് തേച്ച് തുടങ്ങി. ആശിമാന മേത്തട് മുഴുവൻ തേച്ചു. അപ്പോൾ ഇവർക്കറിയില്ല, അവരെ മേത്ത് മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ മേത്തും ആവുന്നുള്ളത് ഇവർക്കറിയില്ല. അങ്ങനെ കംപ്ലീറ്റ് ചൊറിച്ചിൽ അത് ഗംഭീരമായൊരു അടിയിൽ വഴക്കിൽ അവസാനിച്ചു. കമന്ററി പറഞ്ഞ ബാലൻചേട്ടൻ പോലും അവരെ സൈഡ് നിന്നു. കാരണം എനിക്ക് തെറ്റിയത് ഞങ്ങളുടെ ടീമാണല്ലോ തെറ്റിയത്. അങ്ങനത്തെ ഇതുകൾ പാടില്ല, കള്ളത്തരങ്ങൾ അങ്ങനത്തെ ഇതുകൊണ്ടൊന്നും പാടില്ല. തോൽപ്പിക്കാൻ വേണ്ടി ഒരു കുതന്ത്രം പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആള് അവരെ സൈഡ് ന്യായത്തിന്റെ പക്ഷത്ത് നിന്നു. അങ്ങനത്തെ ഒരു കളിയുടെ ഓർമ്മ പിന്നെയും കളിച്ചിട്ട് ഇതെന്നുണ്ട്. എന്നും കളിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ട്. അവസാനം പാലത്തിന്റെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ പാലത്തിന്റെ അവിടെ വഴക്ക് കൂടുമ്പോഴേ ആളുകൾ വിചാരിക്കും ആ മറ്റേ കമ്പി പഠിക്കുന്ന മറ്റേ ഉല്ലൂരെത്തുന്നതിന് മുമ്പ് അവിടെ നിന്നൊക്കെ ആളുകൾ വരും. ഇത് എന്തിട്ട് അവിടെ നടക്കണമെന്ന് വിചാരിച്ചിട്ട്. സത്യത്തിലൊന്നുമില്ല. എന്നും കളി കഴിഞ്ഞിട്ട് ആ കളിയുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ടും നിന്നിട്ട് അപ്പുറത്ത് പാലത്തിന്റെ അവിടെ നിന്നിട്ടുള്ള വഴക്കുകളാണ് നടക്കുക. രാത്രി 8 മണി 9 മണി വരെയൊക്കെ ചിലപ്പോൾ വഴക്ക് നടക്കും. വീണ്ടും ടീം ഇട്ട് കളിക്കും. തന്നെ ഇതിപ്പോ നമ്മുടെ അവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ആ കാലഘട്ടത്തെ പിള്ളേർക്കുള്ള കുറെ അനുഭവങ്ങൾ ഇങ്ങനെ എത്തിയിട്ട് അങ്ങനെ കുറെ അനുഭവങ്ങൾ. ഇപ്പൊ പാലത്തിന്റെ അവിടെ അങ്ങനെ ആളുകൾ ഇരിക്കുന്നില്ല. ഇപ്പൊ ഒക്കെ പിള്ളേരുകൾ വന്നിട്ട് ഇങ്ങനെ മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് നിറയെ ഒക്കെ. അന്നത്തെ പോലത്തെ അന്ന് പിന്നെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മളിങ്ങനെ കളിക്കുക. ഇപ്പൊ പന്ത് കളി ഇല്ലാണ്ടേ, നാടൻ പന്ത് കളി തന്നെ നിശ്ചയമായിട്ട് നിലച്ചു പോയി. കുറെ ഓർമ്മകളുണ്ട്. ഞങ്ങൾ വെറുതെ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് വെറുതെ വർത്താനം പറഞ്ഞൊന്നും മാത്രമല്ല കേട്ടോ. ഇനി നമുക്ക് സരിതനെ കൊണ്ട് നമുക്കൊരു പാട്ട് പാടിച്ചാലോ? നമുക്ക് വ്ളോഗ് ഈ യാത്രയിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല ചേട്ടാ. യാത്രയിലേക്ക് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അത് സ്കൂൾ പൂട്ടി കഴിഞ്ഞിട്ട് കിടക്കും. ക്ലാവിന് പരീക്ഷയാണ്, അതുകൊണ്ടാണ്. പിന്നെ നല്ല ക്യാമറ വേണം. ക്യാമറയും വാങ്ങിക്കണം. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ആയിട്ട് നമുക്ക് യാത്ര ആരംഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചെയ്യുന്നില്ല. ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. നിമിഷങ്ങൾ തൻ കൈകൂടുന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി. പുരുഷാന്തരങ്ങളെ കോൾമയർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി. നിന്നെ എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി. ബോധമബോധമായി മാറും ലഹരിതൻ ശ്വേത പരാഗമായി മാറി. കാലം ഘനീഭൂതമായി നിൽക്കുമക്കര കാണാക്കയങ്ങളിലൂടെ. ഇങ്ങോട്ടുപോയി ഞാൻ എൻ്റെ സ്മൃതികളെ നിങ്ങൾ വരില്ലയോ
ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. പ്രഥമോദ ബിന്ദുവായി തീർന്നു.